السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أرسله إلى كافة الخلق لظهار الإيمان، وعلى آله وصحابه الذين جاهدوا بإزالة الكفر والطغيان. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتنا نصيحة معسرة في قلوب الناس. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്ന വിശുദ്ധമായ സുഹൃതങ്ങളുടെ പൂങ്കാവനമായ വിശുദ്ധമായ റമദാനിലെ മുഴുവൻ സുഹൃതങ്ങളും പരിപൂർണമായും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളുടെ മനസ്സിൽ വല്ലാതെ ആഹ്ലാദം അലതല്ലുന്ന സുദിനങ്ങളാണ് നമ്മളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. വിശുദ്ധമായ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ, വളരെ പവിത്രതയോടെ പരിചയപ്പെടുത്തിയ പല അമലുകൾ, പല ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധമായ ഇസ്ലാം നിരർത്ഥകമായി ഒരു ആരാധനകളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. എല്ലാ അമലുകളും, എല്ലാ ആരാധനകളും അതിൻ്റേതായ പവിത്രതയും പരിശുദ്ധിയും ഉണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഏതെല്ലാം അമലുകൾ ചെയ്യുന്നോ, ഏതെല്ലാം ആരാധനാ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിലൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അലക്ഷ്യമായി, നിരർത്ഥകമായി, അർത്ഥശൂന്യമായി ഒരു ആരാധനയെയും വിശുദ്ധമായ ദീൻ വിശ്വാസികളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളുടെ കയ്യിൽ നമുക്ക് നൽകിയ, നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച മുഴുവൻ അമലുകളും, മുഴുവൻ ഇബാദത്തുകളും ഓരോന്നിനും അതിൻ്റേതായ പരിശുദ്ധിയും പവിത്രതയും അതിൻ്റെ ഓരോ ഉദ്ദേശശുദ്ധിയുണ്ട്. വിശുദ്ധമായ ഇസ്ലാം 5 കാര്യങ്ങളിലാണ് നാട്ടപ്പെട്ടത്. ഒരു കൂടാരത്തോടാണ് വിശുദ്ധമായ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചിട്ടുള്ളത്. ഒരു കൂടാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 സൈഡിലും ബലവത്തായ തൂണുകളുണ്ടാകണം. അതിൻ്റെ ഒരു നെടും തൂണുണ്ടാകണം. നമ്മൾ സർക്കസ് കൂടാരങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. സർക്കസ് കൂടാരം കെട്ടുമ്പോൾ അതിൻ്റെ ഒത്ത നടുവിലായി നല്ല ബലവത്തുള്ള ഒരു തൂണ് നന്നായി നാട്ടുകയും അതിൻ്റെ നാനാവശങ്ങളിലേക്കും കയറുകൾ, വലിയ വലിയ വടങ്ങൾ പാകി 4 സൈഡിലുള്ള തൂണുകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ആ ടെൻറ്റിന്, ആ കൂടാരത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കൂടാരത്തോടാണ് വിശുദ്ധമായ ഇസ്ലാം, നമ്മുടെ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്.
ഒന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാണ്. ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ഐഡൻറ്റിറ്റി ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ വചനത്തിൽ വിശ്വസിക്കണം. നാവ് കൊണ്ട് പറഞ്ഞ് കൽബിൽ ഉറച്ചു വിശ്വസിക്കണം. ഇതാണ് ഈ കൂടാരത്തിൽ, ഇസ്ലാമാകുന്ന കൂടാരത്തിൻ്റെ നെടുന്തൂണാണ് വിശുദ്ധമായ കലിമ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നാളെ സ്വർഗ്ഗലോകത്തിൻ്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ട എല്ലാ ഊടും ഭാവവും വിശുദ്ധമായ ദീൻ ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുണ്ട്, ആ വിശുദ്ധമായ കലിമ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഇസ്ലാമാകുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ, ഒരു കൂടാരത്തിൻ്റെ അടിത്തറയാണ് ഈ വിശുദ്ധമായ കലിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ സൈഡിലുള്ള 4 തൂണുകളാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം, അതുപോലെ തന്നെ വിശുദ്ധമായ നമസ്കാരം, അതുപോലെ തന്നെ വിശുദ്ധമായ റമദാനിലെ നോമ്പ്, സക്കാത്ത് കൊടുക്കൽ. ഇതെല്ലാം വിശുദ്ധമായ ഇസ്ലാം, ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇസ്ലാം പരിപൂർണതയിലെത്തുന്നത്. അതിന് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ആഗ്രഹിക്കുന്നൊരു നിലവാരത്തിൽ അതിൻ്റെ പരിപൂർണമായ സൗന്ദര്യം നമുക്ക് കാണണമെങ്കിൽ ഈ 4 തൂണുകളും അതിൻ്റെ നെടും തൂണും ബലവത്തായിരിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാം ഒരു മനുഷ്യനിൽ ഭംഗിയുള്ളവനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി ഈ വിശുദ്ധമായ കലിമയെ അവൻ്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് നല്ലൊരു മനുഷ്യനായി രൂപാന്തരപ്പെടാൻ വേണ്ടി അതിൻ്റെ ചുറ്റുഭാഗത്തെ 4 തൂണുകൾ കൊണ്ട് ഉറപ്പിച്ചതുപോലെ ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അവൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവന് നമസ്കാരം നിർബന്ധമാണ്, അതുപോലെ സക്കാത്ത് കഴിവുള്ളവർക്ക് അത് നിർബന്ധമാണ്, ഹജ്ജ് സാമ്പത്തികമായി ശാരീരികമായി വഴിയാലുമൊക്കെ കഴിവുള്ളവർക്ക് നിർബന്ധമാണ്, അതുപോലെ തന്നെ രോഗിയല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാനും നിർബന്ധമാണ്. ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് വിശുദ്ധമായ ഇസ്ലാം പൂർണ്ണമാകുന്നത്. വിശുദ്ധമായ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ നമസ്കാരം എന്നുള്ളത് ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹിഷാഇ വൽ മുങ്കർ എന്നാണ്. അതായത് വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, നീചമായ പ്രവൃത്തികൾ, നീചമായ ചിന്തകൾ, അതുപോലെ കുശുമ്പ്, കുന്നായ്മ, ചതി, വഞ്ചന, ഇതെല്ലാം തൊട്ട്, അതായത് നമസ്കാരം എല്ലാത്തിനും ഒരു തടയിടണം. നമ്മൾ സുബഹി നമസ്കരിക്കുന്നു, നമ്മൾ ളുഹർ നമസ്കരിക്കുന്നു, നമ്മൾ അസർ നമസ്കരിക്കുന്നു, നമ്മൾ മഗ്രിബ് നമസ്കരിക്കുന്നു, ഇശാ നമസ്കരിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ജുമാ നമസ്കരിക്കുന്നു. നമ്മുടെ നമസ്കാരം കൊണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങൾ പരിപൂർണമായി ഉച്ചാടനം ചെയ്യാതെ നമ്മുടെ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല എന്ന്. അതായത് മോശവും നിന്ദ്യവുമായ മുഴുവൻ പ്രവർത്തനങ്ങളെ തൊട്ടും തടയിടുന്നതാകണം നമസ്കാരം എന്നാണ് വിശുദ്ധമായ ദീനിൻ്റെ പ്രഖ്യാപനം. ആ ഒരു നിലവാരത്തിൽ നമ്മുടെ നമസ്കാരമായില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ സുജൂദ് ചെയ്യുക, കുറച്ച് റുക്കൂ ചെയ്യുക, കുറച്ച് സമയം പാഴാക്കി പള്ളിയിൽ നടന്നു വരിക, ഇതിനപ്പുറം നമുക്ക് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവില്ല. ഓരോരുത്തരും ഒരു 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 ചിന്തയ്ക്ക് വിധേയമാകണം. അതായത് ഒരു നിരീക്ഷണത്തിന് നമ്മുടെ സ്വന്തം ജസദുകളെ വിധേയമാക്കണം. വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്, ഇതിന് മുന്നോടിയായി ഒന്ന് ശുദ്ധമാകണം. മൊത്തത്തിൽ വിശുദ്ധമായ റമദാനിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഏതാനും ദിവസങ്ങൾ, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വിശുദ്ധമായ റമദാനിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ ദീൻ അനിസ്ലാമികമാണ്, അധാർമികമാണ്, അനീതിയാണ്, അക്രമമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ നമ്മുടെ ജീവിത പാന്താവിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമസ്കാരം അതുകൊണ്ട് പ്രയോജനമില്ലാത്തതാണെന്ന് മനസ്സിലാക്കി പ്രയോജനമുള്ള നമസ്കാരം തുടങ്ങാൻ ഒരു പ്രചോദനമാകണം വിശുദ്ധമായ റമദാൻ. അപ്പോൾ മോശമായ നിന്ദ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളെ തൊട്ടും തടയുന്നതാകണം നമസ്കാരം. അത് ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണ്? മോശമായ ദുസ്വഭാവങ്ങളെ തൊട്ട് മാറി നിൽക്കുക, ഒഴിവാവുക. രണ്ടാമത് വിശുദ്ധമായ നോമ്പിനും അങ്ങനെ തന്നെയാണ്. നോമ്പിനെ കുറിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ സൂക്ഷ്മാലുക്കളായി മാറാൻ വേണ്ടിയിട്ടെന്നാണ്. സൂക്ഷ്മാലുക്കളായി മാറാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ റമദാൻ ഒരു മാസ കാലഘട്ടത്തെ വ്രതത്തെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയത്. ഒരു 11 മാസ കാലഘട്ടം നമ്മളിങ്ങനെ ഇഷ്ടമുള്ളത് ഭക്ഷിച്ച്, ഇഷ്ടമുള്ളത് കുടിച്ച്, ഇഷ്ടമുള്ളത് കണ്ട്, ഇഷ്ടമുള്ളത് കേട്ട്, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നമ്മൾ തോന്നിമാസം ജീവിക്കുന്ന ആളുകൾ. മനുഷ്യ സഹജമാണ്, തെറ്റുകൾ സംഭവിക്കാം, അസംഭവ്യമൊന്നുമല്ല. ഖുലിഖൽ ഇൻസാനു ലഈഫ എന്നാണല്ലോ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ വർഷാവർഷം ഈ മനുഷ്യൻ്റെ മനസ്സുകളെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ മുഅ്മിനീങ്ങളായ വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അസുലഭ നിമിഷമാണ് ഈ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. ഈ 11 മാസ കാലഘട്ടം ഇഷ്ടം പോലെ നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിലെ നോമ്പെന്ന് പറയുന്നവർ പട്ടിണിയല്ല. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാനത് പറയും.
പക്ഷേ ഈ വെറുതെ ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ദാഹം സഹിച്ച് വല്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കലല്ല ഈ വിശുദ്ധമായ റമദാൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ വളരെ വ്യക്തമായി നമ്മൾ ഉണർത്തിയ കാര്യമാണത്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഞാൻ ആയത്തെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് സൂക്ഷ്മതയുള്ളവരായി മാറാൻ വേണ്ടി, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നവരായി മാറാൻ വേണ്ടി, പ്രവാചകന്റെ തിരുസുന്നത്തുകളെ, പ്രവാചകന്റെ വഴിത്താരകളെ പിൻപറ്റുന്നവരായി മാറാൻ വേണ്ടി, പാവങ്ങളുടെ വിഷമങ്ങൾ അറിയുന്നവരായി മാറാൻ വേണ്ടി, അവരുടെ വിശപ്പ് അറിയുന്നവരാകാൻ വേണ്ടി, പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ, ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ലാത്തവരുടെ വ്യാധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശതകളൊക്കെ സ്വന്തം ശരീരത്തിലൂടെ ആവഹിച്ച് അതിൻ്റെ പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ ഒരു നല്ല പാഠശാലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറുകയാണ് ഈ ഒരു മാസ കാലഘട്ടം കൊണ്ട് നമ്മൾ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞതുപോലെ നമ്മുടെ നോമ്പിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, പരമമായ ലക്ഷ്യം. നമ്മളെ നല്ലൊരു മനുഷ്യനായി മാറ്റുക, ആരെയും ഉപദ്രവിക്കാത്ത, ആരെയും ചതിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത, ആരെയും പറ്റിക്കാത്ത, ആരുടെയും ഏഷണി പറയാത്ത, ആരുടെയും പരദൂഷണം പറയാത്ത, ആരെയും ഒരു നോട്ടത്തിൽ പോലും വേദനിപ്പിക്കാത്ത കൽബിൻ്റെ, സംശുദ്ധമായ കൽബിൻ്റെ ഉടമകളായി മാറുക എന്നുള്ളതാണ് ഈ വിശുദ്ധമായ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ സക്കാത്തിൻ്റെ വിഷയം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സക്കാത്തിൻ്റെ വിഷയം വരുമ്പോഴും ഈ തസ്കിയത്തുൽ മാലാണ്. അതായത് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞ് അരുളിയ സമ്പത്തിൻ്റെ 2.5%, 1 ലക്ഷം രൂപയിൽ 2,500 അങ്ങനെ കൂട്ടിയാൽ മതി. ഒരു 2.5% സമ്പത്തിൻ്റെ വിഹിതം നമ്മുടേതല്ല, അത് പാവപ്പെട്ടവന് അർഹതപ്പെട്ടതും അവൻ്റെ അവകാശവുമാണ്. അത് കവർന്നെടുത്ത 2.5% കവർന്നെടുത്ത് ബാക്കി 97.5% നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് മുഴുവനും ഹറാമിൻ്റെ ഹുക്മിലേക്ക് പോകുമെന്ന് വിശുദ്ധമായി ദീൻ പഠിപ്പിച്ചത് ഈ പാവപ്പെട്ടവൻ്റെ വിഷമത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ, അവൻ്റെ ജീവിത പ്രയാസങ്ങളുടെ ആ വിഷമങ്ങൾ ധനാഢ്യര് കൂടി ഒന്ന് അറിയാനും അവൻ്റെ വിഷമങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഖബർ സിയാറത്ത് വെച്ചിട്ടുള്ളത് തദ്കിറത്തുൽ ആഖിറ, ആഖിറത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായി മാറാൻ വേണ്ടിയാണ്. നാളെ നമ്മൾ ചെല്ലേണ്ട വീട്, നമുക്ക് മുമ്പേ കടന്നുപോയ ആളുകളുടെ ഖബർസ്ഥാനിൻ്റെ അരികിൽ ചെന്ന് നിന്ന് അവരുമായി നമ്മൾ നേരത്തെ ജീവിച്ച ജീവിത സാഹചര്യങ്ങളെ ഒന്ന് ഓർത്തിനത്ത് നമ്മളെപ്പോലെ ജീവിച്ചവരാണ്, നമ്മളെപ്പോലെ ഭാര്യ ഉണ്ടായിരുന്നവരാണ്, നമ്മളെപ്പോലെ മക്കളോടൊപ്പം ജീവിച്ചവരാണ്, നമ്മളോടൊപ്പം കച്ചവടം ചെയ്തവരാണ്, നമ്മളോടൊപ്പം പള്ളിയിൽ വന്നവരാണ്, നമ്മളോടൊപ്പം നമസ്കരിച്ചവരാണ്. ഈ ചിന്താഗതി ഒരു ഖബറാളിയുടെ ചാരത്ത് നീ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകലാണ് ഒരു ഖബർ സിയാറത്ത്. ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത. നാളെ ഞാനും എൻ്റെ സഹോദരൻ കിടക്കുന്നത് പോലെ, എൻ്റെ സഹോദരി കിടക്കുന്നത് പോലെ, എൻ്റെ മാതാപിതാക്കൾ കിടക്കുന്നത് പോലെ ഈ 6 അടി മണ്ണിൻ്റെ അകത്തളത്തിൽ ഞാനും കിടക്കേണ്ടവനാണെന്നൊരു ഓർമ്മയെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖബർ സിയാറത്തിനെ വിശുദ്ധമായ ദീൻ നമുക്ക് ആരാധനയായി പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് അത് സുന്നത്തായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാ അമലുകൾക്കും അതിൻ്റെതായ പിന്നിൽ വലിയ പരമമായ ലക്ഷ്യം, ഒരു അലക്ഷ്യമായി, നിരർത്ഥകമായി, അർത്ഥശൂന്യമായി അള്ളാഹു ഒരു ഇബാദത്തിനെയും, ഒരു തസ്ബീഹ് ചൊല്ലലിനെ പോലും നിരർത്ഥകമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലെങ്കിൽ അവൻ്റെ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഇത്തരം ഒരു സന്ദർഭത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്. നമ്മുടെ ഈ ജീവിത നിലവാരം കുറഞ്ഞ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ വഴിവിട്ട ജീവിതം, അബദ്ധസഞ്ചാരത്തിലൂടെയുള്ള ജീവിതം, അതിന്നൊരു തിരിഞ്ഞു നടക്കലും ഒരു തിരിഞ്ഞു നോട്ടവുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിശുദ്ധമായ റമദാനിന് മുന്നോടിയായ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഗ്രഹം ഉണ്ടാകണം. അല്ലാഹുവേ, എൻ്റെ മുമ്പിൽ നീ തരുന്ന വലിയൊരു അസുലഭ നിമിഷമാണ്, ആ ദിവസത്തിലേക്കാണ്, മാസത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാനുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മഹല്ലുകാർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ സ്നേഹിതന്മാർ ഒക്കെ ധാരാളം ആളുകൾ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ 6 അടി മണ്ണിൻ്റെ വാക്താക്കളായി മാറാൻ അവർക്ക് ഏറെ സമയം വേണ്ടി വന്നിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ഒരു വിശുദ്ധമായ റമദാനിൻ്റെ മുന്നേ നിൽക്കാനും അതിലേക്ക് കാലെടുത്ത് വെക്കാനും ഒരു അസുലഭ നിമിഷം തന്നപ്പോൾ അത് നന്നായി അതിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആഹ്ലാദമായിരുന്നു, വലിയ ആവേശമായിരുന്നു, സഹാബത്തിനൊക്കെ വലിയ ആവേശമായിരുന്നു വിശുദ്ധമായ റമദാൻ
നമ്മളിലേക്ക് കടന്നു വരാൻ പോകുമ്പോൾ, അടുത്തടുത്ത ദിവസങ്ങൾ വരുമ്പോൾ, അടുത്തടുത്ത ആഴ്ചകൾ വരുമ്പോൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് റമദാൻ ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ആഗ്രഹിച്ച ഒരുപിടി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബുഹു. കണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രവാചകനും വലിയ ആഹ്ലാദത്തിലായിരുന്നു, വലിയ സന്തോഷത്തിലാണ്. കണ്ടാ, വലിയ സന്തോഷത്തിലാണ്. ഇത് വിശുദ്ധമായ റമദാൻ ഇങ്ങ് കടന്നു വന്നാൽ എന്നിട്ട് നബി തങ്ങൾ പറയുമായിരുന്നു സഹാബത്തിനോട്, ഖദ് ജാഅക്കും ഷഹ്റു റമദാൻ, നിങ്ങൾക്കൊരു പവിത്രമായ, ഒരു പരിശുദ്ധമായ റമദാൻ, ഒരു മാസം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് ഷഹർ മുബാറക്കുൻ, വലിയ ബർക്കത്തുള്ള എന്നാണ് പറഞ്ഞത്. ഷഹർ മുബാറക്കുൻ, ധാരാളം ബർക്കത്തുള്ള, വലിയ ബർക്കത്തുള്ള മാസമാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. വലിയ ആഹ്ലാദത്തിലാണ് സഹാബത്ത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം ഈമാന്റെ കണ്ണികകൾ മനസ്സിന്റെ അകത്തളത്തിൽ തങ്ങി നിൽക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒന്ന് വരാനും അതിൽ പങ്കാളിയാകാനും അതിൻ്റെ ഇബാദത്തുകൾ പങ്കാളിത്തം വഹിക്കാനും അതിൽ കഴിയുന്ന സുഹൃത്തുക്കൾ ചെയ്യാനും ചാരിറ്റി ചെയ്യാനും ഒക്കെ വലിയ വെമ്പൽ കൊള്ളുന്ന മനസ്സോടെ നമ്മൾ നോക്കിയിരിക്കുന്ന ആളുകൾ. എത്രയും പെട്ടെന്ന് റമദാൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. അതിൽ ധാരാളം സുഹൃത്തുക്കളിൽ പങ്കാളിത്തം വഹിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആരക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഹർ മുബാറക്കുൻ, വലിയ ബറക്കത്തുള്ള മാസമാണ്. ഖദ് ഇഫ്തറല്ലാഹു അലൈക്കും സിയാം, അതിൽ നിങ്ങൾക്ക് പകൽ സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, അതായത് സ്വർഗങ്ങളുടെ ബാബുകളെ, അതിൻ്റെ വാതിലുകളെ, അതിൻ്റെ ഡോറുകളെ മലർക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നിടുന്ന ഒരു മാസമാണ് ഈ വിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. എന്നിട്ടോ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, അതായത് നരക കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന, നരക കവാടങ്ങൾ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ, വിശ്വാസികളുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു മാസമാണ് നിങ്ങളിലേക്ക് വരാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുണ്ടായി. അപ്പോൾ നബി തങ്ങൾക്ക് വലിയ സന്തോഷമാണ്, സഹാബത്തിന് വലിയ സന്തോഷമാണ്. അത് നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. സ്വർഗത്തിന്റെ ബാബുകൾ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു. മാത്രമല്ല നോട്ട് കാണിക്കുന്ന, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, അബദ്ധസഞ്ചാരത്തിലേക്ക് കൊണ്ടുപോകുന്ന, മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോകുന്ന, മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വഴിത്താരുകളിൽ നിന്നും ശൈത്താൻ കൊണ്ടുപോകുന്ന ശൈത്താനീയത്തിൻ്റെ എല്ലാ കുൽസിത ശ്രമങ്ങളിൽ നിന്നും ഒരു വലിയ രക്ഷാ കവചം കൂടിയാണ് ഈ വിശുദ്ധമായ റമദാൻ എന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അതിൽ നിങ്ങൾക്ക് വലിയ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയും നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന വിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടുതൽ അമലുകളിൽ നമുക്ക് പങ്കാളികളായി തീരാൻ വേണ്ടിയിട്ട്, ആഗ്രഹമുണ്ടായിത്തീരാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ആവേശത്തോടെ പ്രവേശിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തൊരു ഹദീസാണ്. എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഇതിൽ മെയിനായി നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെന്താ ഉണ്ടാവണം? പടച്ചവനെ, ഈ വിശുദ്ധമായ റമദാൻ കടന്നു വരുന്നു, നീ എനിക്കതിൽ ആഫിയത്ത് നൽകണം, നീ എനിക്ക് അതിൽ ആരോഗ്യം നൽകണം, നീ എനിക്കത് മനസ്സ് നൽകണം, നീ എനിക്കതിൽ ശൈത്താൻ്റെ മുഴുവൻ പിടിയിൽ നിന്നും എന്നെ വിടുതലാക്കണം. ഈ ഒരു നല്ല നെയ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ വിശുദ്ധമായ റമദാനിലേക്ക് കടന്നു വരേണ്ടത്. ആ പുണ്യമാസത്തെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ആവശ്യമായ ആയുസ്സിന് വേണ്ടി റബ്ബിനോട് നിരന്തരം നമ്മൾ ദുആർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളോട്, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ഈ ക്ലാസ്സിനെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്.